ഹായ് വിയേഴ്സ്, ആർജെ തേര അവർ ട്രാവൽ പാർട്ട്ണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വെറൈറ്റി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെറൈറ്റി എന്ന് പറയുന്നത് പച്ചരിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ദോശയ്ക്ക് ഇഡലിക്കൊക്കെ ഉപയോഗിക്കുന്ന പച്ചരി ഉപയോഗിച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുകയാണ്. അപ്പം അതിനാവശ്യമായിട്ട് നമുക്ക് കുറച്ച് 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഞാൻ. അതിന് നമുക്ക് വെള്ളം ചൂടാക്കി അതിനകത്തോട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് നല്ലോണം ഇളക്കിയെടുത്ത് കൂടെ നിന്ന് വേവിച്ചെടുക്കണം. ഒത്തിരി വെന്ത് പോയാൽ പിന്നെ ഇത്തിരി പാലും കൂടി ഒഴിച്ച് പായസമാക്കേണ്ട വരുവാകും. അതല്ലാതെ നമുക്ക് ഒത്തിരി വെന്ത് പോകാതെ മീഡിയം വേവിച്ചെടുക്കണം. പിന്നെ അത് ഊറ്റിയെടുക്കുമ്പോഴത്തേക്ക് പിന്നെ ഒന്നുകൂടെ ഒന്ന് നല്ലോണം ഒന്ന് ആയിക്കോളും. അപ്പം നമുക്കതിനെ വേവിച്ച് ഊറ്റിയെടുത്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു കട്ടിയുള്ള പാത്രം എടുത്ത് നമുക്ക് ഏതാണോ യൂസ് ചെയ്യുന്നത്, ബട്ടറോ എണ്ണയോ നെയ്യോ എന്ത് വേണേലും യൂസ് ചെയ്യാം, ഉപയോഗിച്ചിട്ട് എന്നിട്ട് അതിനകത്ത് കുറച്ച് ഗരം മസാലയുടെ ഗ്രാമ്പൂ, കറുവപ്പട്ട, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് കുറച്ച് പച്ചക്കറികളും കൂടെ ആഡ് ചെയ്യാം. പച്ചക്കറിയായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കം ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, ക്യാബേജ് ഉണ്ട്, ഉള്ളി, അങ്ങനെ കുറച്ച് പച്ചക്കറികളൊക്കെ നമുക്കൊന്ന് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം ഫ്രൈ ചെയ്തില്ലെങ്കിൽ നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് അതിനകത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റോ ഉപ്പോ പിന്നെ കളർ വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇച്ചിരി ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ട് ഇളക്കി. ഒരുപാട് എരിവ് വേണ്ടുന്നവർക്ക് പച്ചമുളകൊക്കെ തോനെയിടാം. ഇത് പിള്ളേർ കുറച്ച് എരിവ് കഴിക്കത്തുള്ളൂ, അതുകൊണ്ട് പച്ചമുളകൊക്കെ കുറവായിട്ടേക്കുന്നത്, ഷിംല മിർച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം പിന്നെ നമുക്കിങ്ങനെ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടി ഇട്ട് ഇളക്കിയെടുത്താലും മതി. ഇത് നല്ല ചോറ് ഒത്തിരി വെന്ത് പോയിട്ടില്ലെങ്കിൽ നന്നായിട്ട് കിട്ടും. വെന്ത് പോയാൽ കുഴഞ്ഞിരിക്കും, അപ്പം പിന്നെ കൊള്ളത്തില്ല, കഴിക്കാനും കൊള്ളത്തില്ലായിരിക്കും. ചിലപ്പം ടേസ്റ്റ് വ്യത്യാസം വരും. കുഴഞ്ഞിരിക്കും, നമുക്കൊരു സുഖം കാണത്തില്ല കഴിക്കാൻ. അപ്പം ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന ചോറ് നമുക്ക് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റും. തൈരും കൂട്ടിയായാലും അച്ചാറും ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കാൻ പറ്റും. ടേസ്റ്റ് ഉണ്ട്. പിന്നെ പച്ചക്കറിയൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അവർ ചോറിൻ്റെ കൂടെ പച്ചക്കറി കൂടെ ഇറങ്ങിപ്പോവും. അപ്പം എല്ലാവരുടെയും വീട്ടിൽ പച്ചരിയൊക്കെ കാണുമല്ലോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.